ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് വിയറബിൾ ബ്രാൻഡായ ബോൾട്ടിന്റെ ഒരു കിഡിലൻ പ്രൊഡക്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ബോൾട്ട് Z40 അൾട്ര എന്ന ഒരു കിഡിലൻ വയർലെസ് ഇയർബഡ്സ് ആണ്. ആസ് ഓൾവേസ് ബോൾട്ട് ഇപ്പോൾ നല്ല ഓഫർ പ്രൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, ബോൾട്ടിന്റെ ഒഫീഷ്യൽ സ്റ്റോറിലെല്ലാം ഈ ഒരു ഓഫർ നിങ്ങൾക്ക് അവൈൽ ചെയ്യാനായിട്ട് പറ്റും. ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബ്രാൻഡായി ബോൾട്ട് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം 2 കോടിയിലധികം ഹാപ്പി കസ്റ്റമേഴ്സ് ഈ ഒരു ബ്രാൻഡിനായിട്ടുണ്ട്. 15 lakhs-ലധികം റിവ്യൂസ് ആൻഡ് റേറ്റിംഗ്സ് നമുക്ക് ഈ ഒരു ബ്രാൻഡിൻ്റെതായി ഓൺലൈനിൽ കാണാനായിട്ട് പറ്റും. മാത്രമല്ല വിത്തിൻ സെക്കൻഡ്സ് തന്നെ ഒരുപാട് യൂണിറ്റ് സെയിൽ ചെയ്യപ്പെടുന്ന ഒരു ബ്രാൻഡ് കൂടെയാണ്. 2017 ബോൾട്ട് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബഡ്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാം. ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ട ശേഷം പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓഫർ പ്രൈസിൽ ഗ്രാബ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ഗ്രാബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണാം. ബോക്സിന് മുകളിലായിട്ട് ബോൾട്ടിൻ്റെ ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. ബഡ്സിൻ്റെ നല്ലൊരു ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പെസിഫിക്കേഷനൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെയാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വർഷത്തേക്ക് വരുമ്പോൾ നമുക്ക് ബ്രാൻഡ് അംബാസഡർ സെയ്ഫ് അലി ഖാൻ്റെ നല്ലൊരു ഇമേജ് കാണാനായിട്ട് പറ്റും. 1 year വാറണ്ടി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബ്രാൻഡ് എന്ന് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. പിറകിൽ വരുമ്പോഴേ നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷനും പ്രൈസും അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ടോപ്പിലായിട്ട് നമുക്കിതിൻ്റെ ബാക്കിയുള്ള കുറേ ബ്രാൻഡിൻ്റെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ആക്സസറീസ് എല്ലാം ഇവിടെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു QR കോഡ് കാണാനായിട്ട് പറ്റും. 15 month വാറണ്ടിക്കായിട്ട് നമുക്ക് ഇവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. മാത്രമല്ല ഈ ഒരു വർഷത്തായിട്ട് നമുക്ക് ബോക്സിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റും അതുപോലെ ഡീറ്റെയിൽ ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പേപ്പർ നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇതിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന്റെ കംപ്ലീറ്റ് കളർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 3 ഡിഫറെന്റ് കളേഴ്സിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. സിമ്പിൾ സ്റ്റെപ്സിലൂടെ നമുക്ക് ഇതിന്റെ ANC എങ്ങനെ ടേൺ ഓൺ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. മെയിൻ യൂണിറ്റിന് പുറമെ നമുക്ക് ഇത്തരത്തിലൊരു ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. വളരെ ക്വിക്കായിട്ട് ചാർജ് ചെയ്യാനൊക്കെ ഈ ഒരു കേബിൾ വളരെയധികം സഫീഷ്യന്റ് ആണ്. എക്സ്ട്രാ ഇയർ ടിപ്സ് ബോക്സിൽ വന്നിട്ടുണ്ട്. ചില ആളുകൾക്കെല്ലാം ഈ ഒരു ഇയർ ടിപ്സിന്റെ സൈസിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. അത്തരക്കാർക്ക് ഈ ഒരു ഇയർ ടിപ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഫൈനലി നമുക്ക് ഇത്തരത്തിലൊരു യൂസർ മാനുവലും ഈ ഒരു ബോക്സിൽ വന്നിട്ടുണ്ട്. ബോൾട്ട് Z40 അപ്ഗ്രേഡ് വേർഷനായി വന്നിട്ടുള്ള ഈ ഒരു ബഡ്സിൽ നമുക്ക് ഒട്ടനവധി കിഡിലൻ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അപ് ടു 32 decibel വരെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബഡ്സിൽ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഇതിന്റെ ബാറ്ററി പെർഫോമൻസ് ആണ്. നിങ്ങൾ ഒരിക്കലും ഇത് കംപ്ലീറ്റ്ലി ചാർജ് ചെയ്യുകയാണെങ്കിൽ, കേസ് മുഴുവനായിട്ടും ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 100 hours ഓഫ് പ്ലേ ടൈം നിങ്ങൾക്ക് ഈ ഒരു ബഡ്സ് വഴി കിട്ടുന്നുണ്ട്. സോണിക് കോർ ഡൈനാമിക് ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വോയിസ് എക്സ്പീരിയൻസ് ആണ് ഇതിൽ കിട്ടുന്നത്. ഈ ഒരു ബഡ്സിന്റെ മറ്റൊരു പ്രധാന സവിശേഷത, നിങ്ങളിപ്പോൾ ഒരു ബഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ലാപ്പിൽ ഒരു സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു കോൾ വരികയാണെങ്കിൽ നിങ്ങൾ ഫോണിലേക്ക് ഇത് കണക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കായി ഇത് ഫോണിലേക്ക് സ്വിച്ച് ആയിട്ട് കിട്ടും. അതായത് നിങ്ങൾക്ക് 2 ഡിവൈസ് ഒരേ സമയം ഇത് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് വളരെ മികച്ചൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ നിങ്ങൾ ലാപ്പിലോ അല്ലെങ്കിൽ ഫോണും അത് ഫ്രീക്വൻ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇത് നിങ്ങൾ ഒരിക്കലും ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് കണക്ട് ചെയ്യാനും അതുപോലെ യൂസ് ചെയ്യാനും സാധിക്കും. കോൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലാഗ് ഫ്രീ കോൺവെർസേഷൻ ആയിട്ട് ഇതിൽ പ്രിസം വോയിസ് ടെക്നോളജി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ലാഗ് ഒരിക്കലും ഫീൽ ചെയ്യില്ല. 3 കളർ വേരിയൻ്റ് ഉണ്ടെങ്കിലും നമ്മുടെ പക്കലുള്ളത് ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ മെയിൻ യൂണിറ്റ് ക്വിക്കായിട്ടൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇതിൽ ബോൾട്ടിൻ്റെ ബ്രാൻഡിങ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ടോപ്പിലായിട്ട് നമുക്കൊരു ഗ്ലോസി ഫിനിഷ് ആണ് കാണുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് മാറ്റ് ഫിനിഷിലാണ് ഇത് വന്നിട്ടുള്ളത്. ഈ ഒരു കളർ കോംബോ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ നമുക്ക് ബോൾട്ട് എന്ന് എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇവിടെയാണ് ചാർജിങ് പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ചാർജിങ് ലൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു ബഡ്സിൻ്റെ കേസ് നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കേസ് ആണ്. വളരെ ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ്. വളരെ ബൾക്കി ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊന്നുമല്ല. അപ്പം നിങ്ങൾക്ക് കയ്യിൽ ഇങ്ങനെ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ പോക്കറ്റിലൊക്കെ കീപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഓവറോൾ ബഡ്സ് യൂസ് ചെയ്തിട്ടുള്ള സൗണ്ട് എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കിഡിലൻ സൗണ്ട് ആണ്. കാരണം 10mm ഡ്രൈവറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓൾസോ മ്യൂസിക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു 10mm ഡ്രൈവറിൻ്റെ എല്ലാ ബെനിഫിറ്റും നമുക്ക് ഈ ഒരു ബഡ്സിലൂടെ കിട്ടുന്നുണ്ട്. ഓവറോൾ കേസിന്റെ ഡിസൈൻ നല്ല ഭംഗിയുണ്ട്. മാത്രമല്ല ഇതിന് മധ്യത്തിലായിട്ട് നിങ്ങൾക്കൊരു മെറ്റൽ ഫിനിഷോട് കൂടി ഒരു ലൈൻ ഇങ്ങനെ പോകുന്നത് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ബഡ്സ് ഇതാ ഉള്ളിൽ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഈ ഒരു മാറ്റ് ഫിനിഷ് നമ്മുടെ ഉൾവശത്തേക്ക് ഇങ്ങനെ പോകുന്നത് കാണാനായിട്ട് പറ്റും. ടോപ്പിൽ ആ ഒരു ഗ്ലോസി ഫിനിഷാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ നമുക്ക് റൈറ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ബോൾട്ടിന്റെ ബ്രാൻഡിങ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നല്ല സ്റ്റൈൽ ആൻഡ് ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത്. നല്ലപോലെ ചെവിയിൽ ഫേം ആയിട്ട് ഫിറ്റ് ആയി നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസൈൻ ആണ്. ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, ഹെവി ആയിട്ടുള്ള ഒരു ബഡ്സ് അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഉയർ ചെയ്യാൻ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഇവിടെ നല്ല സൈസ് എല്ലാം ഓക്കെയാണ്. വളരെ ഹെവി ആയിട്ടുള്ള സൈസ് അല്ല. അതായത് വളരെ ലെങ്ത്തിൽ ഇത്രയൊന്നും പോകുന്നില്ല. നമ്മുടെ ചെവിയിൽ ഇതേപോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസൈനിലാണ് ഈ ഒരു ബഡ്സ് വന്നിട്ടുള്ളത്. ഈ റൈറ്റ് സൈഡ് ബഡിൽ നമ്മൾ 4 തവണ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഈക്വലൈസർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ കമാൻഡ്സ് നമുക്കിങ്ങനെ കേൾക്കാനായിട്ട് പറ്റും. 4 തവണ ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഹൈഫൈ അല്ലെങ്കിൽ ബേസ് ബൂസ്റ്റ് അല്ലെങ്കിൽ റോക്ക്, ഇങ്ങനെ 3 ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഈക്വലൈസർ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ ടച്ച് കൺട്രോൾസ് വളരെ സ്മൂത്ത് ആണ് കേട്ടോ. ടച്ച് കൺട്രോൾസ് എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളിതിൽ ഈ ഒരു ബഡ്സിൽ ഇങ്ങനെ സിംഗിൾ ടാപ്പ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അത് പോസ് ആകും. അതുപോലെ തന്നെ സിംഗിൾ ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ
പ്ലേ ആവുകയും ചെയ്യും. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ടച്ച് കൺട്രോൾസ് ആണ്, നല്ല ഒരു മികച്ച പെർഫോമൻസ് ആണ്. ഞാനിപ്പോൾ ചെറിയ രീതിയിലൊന്നും തൊട്ടിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അത് പോസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡിലാണ് ഡബിൾ ടാപ്പ് ചെയ്യുന്നതെങ്കിൽ അത് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകും. ഇനി നിങ്ങൾ ലെഫ്റ്റിലാണ് ഇത്തരത്തിൽ ഡബിൾ ടാപ്പ് കൊടുക്കുന്നതെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ ടച്ച് കൺട്രോൾസ് പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒട്ടനവധി ബഡ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ടച്ച് കൺട്രോൾസ് നല്ല പോലെ പെർഫോം ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളിലൂടെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. വെറും 10 മിനിറ്റ് നിങ്ങൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ 100 മിനിറ്റ്സ് നിങ്ങൾക്ക് പ്ലേ ടൈം തരും. അപ്പോൾ പെട്ടെന്ന് നിങ്ങളെ ബഡ്സിൻ്റെ ചാർജ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ വെറും 10 മിനിറ്റ് മാത്രം നിങ്ങൾ പ്ലഗ് ചെയ്യുകയാണെങ്കിൽ ഒരു 100 മിനിറ്റ്സ് വരെ നിങ്ങൾക്ക് പ്ലേ ടൈം തരുന്നുണ്ട്. അപ്പോൾ അത് വളരെ മികച്ചൊരു ഫീച്ചറാണ്. ഈ ഒരു ബഡ്സ് വെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോൾസും ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇൻകമിംഗ് കോൾ വരുന്ന സമയത്ത് ഒരു സിംഗിൾ ടാപ്പിലൂടെ കോൾസ് നിങ്ങൾക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് കോൾ കട്ട് ചെയ്യാണ് വേണ്ടതെങ്കിൽ ഡബിൾ ടാപ്പ് കൊടുത്താലും കോൾ കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനൊരു നമ്പറിലേക്ക് ഇങ്ങനെ ഫോണിൽ നിന്നും കോൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിൽ ഡബിൾ ടാപ്പ് കൊടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു കോൾ ഹാങ് അപ്പ് ആകുന്നുണ്ട്. അപ്പോൾ ഓവറോൾ കോൾസ് നമുക്ക് ഈസി ആയിട്ട് ഇതിലൂടെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്കൊരു ഇൻകമിംഗ് കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതിന്ന് സിംഗിൾ ടാപ്പ് ചെയ്തുകൊണ്ട് കോൾ റിസീവ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ബഡ്സ് യൂസ് ചെയ്തുകൊണ്ടൊരു കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ തന്നെ കോൾ കേൾക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് ജിയോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ കോൾ ചെയ്തപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു എൻഡിൽ നിന്നും സംസാരിക്കുന്നത് നല്ല പോലെ ക്ലിയർ ആയിട്ട് എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. കോളിംഗ് എക്സ്പീരിയൻസ് ബെറ്റർ ആക്കുന്നതിനായിട്ട് ഇതിൽ ക്വാഡ് മൈക്ക് വിത്ത് ENC ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ട് പറ്റും. ബോൾട്ടിൻ്റെ ആ ഒരു സെൻ മോഡ് നമ്മൾ നേരത്തെ Z40 പരിചയപ്പെട്ടതാണ്. അത് ഈ ഒരു ബഡ്സിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോളിംഗ് എക്സ്പീരിയൻസ് നല്ല രീതിയിൽ ആസ്വദിക്കാനായിട്ട് പറ്റും. IPX5 റേറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ സ്വെറ്റൊക്കെ ആയി കഴിഞ്ഞാലും യു ഡോണ്ട് ഹാവ് ടു വറി. ഇപ്പോൾ ബഡ്സ് ഉള്ളത് ട്രാൻസ്പെറൻസി മോഡിലാണ്. ഇനി ANC ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ബഡിൽ ഇങ്ങനെ ഇത്തരത്തിൽ ലോങ് പ്രസ് ചെയ്താൽ മതി. ലോങ് പ്രസ് ചെയ്യുന്നതോടെ ANC ഓൺ ആയിട്ട് കിട്ടും. ഇനി അഥവാ ANC ടേൺ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ റൈറ്റ് ബഡിൽ തന്നെ ഇത്തരത്തിൽ ലോങ് പ്രസ് ചെയ്താൽ മതി. ഇതോടുകൂടി നമുക്ക് ANC ഓഫ് ആയിട്ടും കിട്ടും. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ആ ഒരു സൗണ്ടിൽ വരുന്ന മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. ഇനി നിങ്ങൾക്ക് വോയിസ് അസിസ്റ്റൻറ്റ് വേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബഡിൽ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നിങ്ങൾക്ക് വോയിസ് അസിസ്റ്റൻറ്റ് വേക്കപ്പ് ആകും. ഹേ ഗൂഗിൾ, വാട്ട്സ് ദ വെദർ ടുഡേ? കക്കാട് എപ്പോൾ? ഇന്നു രാത്രി. കാലാവസ്ഥ നില തെളിഞ്ഞ അന്തരീക്ഷം. പ്രവചിത താപനില ഡിഗ്രി 28. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു വെതർ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വളരെ ക്വിക്കായിട്ട് വോയിസ് അസിസ്റ്റൻറ്റ് വേക്കപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ANC ചേഞ്ച് ചെയ്യാം, ട്രാൻസ്പെറൻസി മോഡിലേക്ക് ചേഞ്ച് ചെയ്യാം. ബോൾട്ട് Z40 യൂസ് ചെയ്തിട്ടുള്ള ബ്ലൂടൂത്ത് വേരിയൻറ്റ് 5.3 ആണ്. മാത്രമല്ല ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ലോ ലാറ്റൻസി അപ് ടു 45 മൈക്രോ സെക്കൻഡ് വരെ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസും ഈ ഒരു ബഡ്സ് നൽകുന്നുണ്ട്. ബോൾട്ട് Z40 അൾട്ര വയർലെസ് ഇയർബഡ്സിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഓഫർ പ്രൈസിൽ ഗ്രാബ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ലിങ്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീലുകളും ഓഫറുകളും നമ്മുടെ അബ്ദുൽ റഷീദ് മുക്കം ഒഫീഷ്യൽ എന്ന വാട്സപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാ പ്ലാറ്റ്ഫോംസിൻ്റെയും ലിങ്ക് ഡീറ്റെയിൽ ഞാൻ താഴെ തന്നിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.